വെൽക്കം ടു മെട്രോ സ്റ്റാർ പ്ലസ്. വർഷങ്ങളേറെയായി MG ശ്രീകുമാർ പിന്നണി ഗാന രംഗത്തുണ്ട്. ഇതിനോടകം എണ്ണിയാൽ തീരാത്ത ഗാനങ്ങൾ പല ഭാഷകളിലായി ആലപിച്ചു കഴിഞ്ഞു. ഗാനഗന്ധർവൻ യേശുദാസ് തിളങ്ങി നിൽക്കുന്ന കാലത്ത് കണ്ണീർ പൂവിന്റെ, നാദരൂപിണി, ശങ്കരി, പാഹിമാം തുടങ്ങിയ ഗാനങ്ങളിലൂടെയാണ് MG പ്രശസ്തനാവുന്നത്. ദിവസത്തിൽ ഒരിക്കലെങ്കിലും MG ശ്രീകുമാർ ഗാനങ്ങൾ കേൾക്കാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും. എവിടെ വെച്ച് ഏത് ഭാഷയിൽ കേട്ടാലും മലയാളി MG ശ്രീകുമാറിന്റെ ശബ്ദം തിരിച്ചറിയും. അത്രത്തോളം ഗാഢമാണ് മലയാളികളും MG ശ്രീകുമാർ തമ്മിലുള്ള ബന്ധം. പാട്ടുകളിലൂടെ മാത്രമല്ല, അമൃത TVയിലെയും ഫ്ലവേഴ്സിലെയും വിവിധ പരിപാടികളിലൂടെയും MG എപ്പോഴും കേരളത്തിലെ ഓരോ വീട്ടിലെയും സ്വീകരണ മുറിയിൽ എത്തുന്നുണ്ട്. യൂട്യൂബ് ചാനലിലും സജീവമാണ് ഗായകൻ MG ശ്രീകുമാർ. ഞായറാഴ്ചകളിലാണ് കൂടുതലായും തന്റെ രസകരമായ കഥകൾ പങ്കുവച്ച് ഗായകൻ എത്താറുള്ളത്. പാട്ട് ജീവിതത്തിന് പുറമെ സിനിമയിലെ സുഹൃത്തുക്കളെ പറ്റി അദ്ദേഹം സംസാരിക്കാറുണ്ട്. അത്തരത്തിൽ നടൻ ശ്രീനിവാസിനെ കുറിച്ച് പറഞ്ഞൊരു വീഡിയോയുമായിട്ടാണ് അദ്ദേഹം പുതിയൊരു യൂട്യൂബ് വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. ഒരിക്കൽ പ്രേമത്തെക്കുറിച്ചും പ്രേമലേഖനത്തെ പറ്റിയുമൊക്കെ ശ്രീനിവാസൻ ചോദിച്ചിരുന്നുവെന്നും അതിന്റെ കാരണം ഒരു സിനിമ റിലീസായപ്പോഴാണ് തനിക്ക് മനസ്സിലായതെന്നും MG ശ്രീകുമാർ പറയുന്നു. ഒരിക്കൽ ശ്രീനിവാസൻ എന്നോട് നീ പ്രേമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ പ്രേമിച്ചിട്ടൊക്കെയുണ്ട്, എത്ര പേരെ പ്രേമിച്ചിട്ടുണ്ട് എന്നായിരുന്നു പിന്നീട് ചോദിച്ചത്. അങ്ങനെ കണക്കൊന്നുമില്ല. പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പോയാൽ മറ്റൊരാളെ തേടും, അങ്ങനെ പോകും. കൗമാരപ്രായത്തിൽ അണ്ണനും പ്രേമിച്ചിട്ടില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പിന്നെ ഞാനും പ്രേമിച്ചിട്ടൊക്കെ ഉണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. പ്രേമത്തെക്കുറിച്ച് ചോദിച്ചതിന് ശേഷമായിരുന്നു പ്രേമലേഖനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത്. എന്തിനാണ് ഇങ്ങനെയൊരു ചോദ്യമെന്ന് എന്നോട് പറഞ്ഞിരുന്നില്ല. അടുത്തതായി അദ്ദേഹം ചോദിച്ചത് പ്രേമലേഖനം എഴുതിയിട്ടുണ്ടോ എന്നായിരുന്നു. എഴുതി കൊടുത്തിട്ടുണ്ട്, എഴുതിയിട്ടുമുണ്ട്. കാരണം എന്റെ കൈയക്ഷരം വളരെ കൃത്യമായിട്ട് അച്ചടി പോലെ എഴുതാൻ എനിക്ക് പറ്റും. അതുകൊണ്ട് ഞാൻ എഴുതുമ്പോൾ എന്റെ കൂട്ടുകാർ അവർക്ക് കൂടി എഴുതി കൊടുക്കാൻ പറയാറുണ്ട്. ആശയം പറ, ഞാൻ എഴുതാം. പേര് പറ, ഞാൻ എഴുതാം എന്നൊക്കെ കൂട്ടുകാരോട് പറയുമായിരുന്നു. പ്രേമലേഖനത്തിൽ നീ എന്തൊക്കെയാണ് എഴുതാറുള്ളതെന്നും ശ്രീനി എന്നോട് ചോദിച്ചു. ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്നായിരുന്നു ഇപ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത. എത്ര ആലോചിച്ചിട്ടും എനിക്കത് മനസ്സിലായില്ല. പക്ഷെ പിന്നീട് വടക്കു നോക്കി യന്ത്രം എന്ന സിനിമ റിലീസ് ചെയ്തപ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് മനസ്സിലായി. എന്റെ അടുത്തു നിന്നും എന്തെങ്കിലും കിട്ടിയാൽ അത് സ്ക്രിപ്റ്റിൽ ചേർക്കാമല്ലോ എന്നായിരുന്നു പുള്ളി ചിന്തിച്ചത്. ചെറിയൊരു കാര്യം കിട്ടിയാൽ പോലും സ്ക്രിപ്റ്റിൽ ചേർക്കാം. അത്രത്തോളം സ്റ്റഡി ചെയ്താണ് അദ്ദേഹം സിനിമ എടുക്കുന്നത്. അതൊരു വലിയ കാര്യമാണെന്നായിരുന്നു MG പറഞ്ഞത്. രസകരമായ കഥകളുമായിട്ടാണ് യൂട്യൂബ് ചാനലിലൂടെ MG ശ്രീകുമാർ എത്താറുള്ളത്. ചാനലിലൂടെ തന്റെ വിശേഷങ്ങൾക്ക് പുറമെ സംഗീത ലോകത്തെക്കുറിച്ചും സിനിമയിലെ സുഹൃത്തുക്കളെക്കുറിച്ചും അദ്ദേഹം പറയാറുണ്ട്. അത്തരത്തിൽ ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന സിനിമയിലെ പാട്ട് പാടുന്നതിലുണ്ടായ വിവാദങ്ങളെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ചിത്രത്തിലെ ദേവസഭാതലം എന്ന ഗാനം യേശുദാസിനൊപ്പം ആലപിക്കേണ്ടിയിരുന്നത് MG ശ്രീകുമാർ ആയിരുന്നുവെന്നും എന്നാൽ അദ്ദേഹം മനഃപൂർവ്വം ആ ഗാനം പാടിയില്ല എന്നുമൊക്കെയായിരുന്നു പ്രചരിച്ച കഥകളിലൊന്ന്. വർഷങ്ങൾക്ക് ശേഷം ഈ വിവാദത്തിൽ സത്യാവസ്ഥ MG ശ്രീകുമാർ വെളിപ്പെടുത്തുകയായിരുന്നു. ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ വിവാദങ്ങളെക്കുറിച്ച് സംവിധായകൻ സിബി മലയിലും പാട്ടെഴുത്തുകാരൻ കൈതപ്പുറം പറയുന്ന കഥകൾ രണ്ട് തരത്തിലാണെന്നും ഇതിൽ ഏതാണ് സത്യമെന്ന് തനിക്ക് അറിയില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് MG ശ്രീകുമാർ മനസ്സ് തുറന്നത്.